നമ്മൾ കുമാരപുരം വരെ ഒന്ന് പോകുന്നു. അവിടെ ടി എസ് ഹരീഷിനുണ്ട് വിവരങ്ങളുമായി. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. ഹരീഷ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പോലീസ് എന്തോ ഇടപെടലൊക്കെ നടത്തുന്നതായി മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? മോത്തി, സംഭവിച്ചത് എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ സംസാരിച്ചു കുമാരപുരത്ത് ഗവൺമെന്റ് യു പി സ്കൂളിനെ പറ്റി. ഇവിടെ നടൻ ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി അല്പസമയം മുമ്പാണ് ഇവിടുന്ന് പോയത്. ഇത് ഗൗരീശപട്ടം വാർഡാണ്. അപ്പോൾ അതിനുശേഷം, അതായത് ആ ഇന്ദ്രൻസ് ഒക്കെ വന്ന് പോയതിനു ശേഷം LDFന്റെ ഭാഗത്തുനിന്നൊരു പരാതി ഇവിടെ ഉണ്ട്. ആ പരാതി എന്തെന്നാൽ, ഈ ഫ്രെയിമിൽ കാണുന്നത് ഗവൺമെന്റ് UPS കുമാരപുരം. ഇത് പോളിംഗ് ബൂത്താണ്. 2 ബൂത്തുകൾ ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ മെയിൻ റോഡാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മതിലിലൊക്കെ പാർട്ടി ചിഹ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി തന്നെ പോലീസ് ഇവിടെയൊക്കെ ഒട്ടിച്ചിരുന്ന പോസ്റ്ററും മറ്റുമൊക്കെ ഇവിടുന്ന് കീറിക്കളയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഇത് കൂടാതെ തൊട്ടടുത്ത് മതിലിലുണ്ടായിരുന്ന UDFന്റെ ചിഹ്നം, കൈപ്പത്തി ചിഹ്നം ഇവിടെ വരച്ചിരുന്നു. അതൊക്കെ പോലീസ് നേരത്തെ തന്നെ മായ്ക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ അത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ഇത് LDFകാർ പരാതിപ്പെട്ടു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും പിന്നെ പോലീസ് എത്തി ചിഹ്നങ്ങളൊക്കെ പത്രം ഉപയോഗിച്ച് ആ ചിഹ്നങ്ങൾ മറയ്ക്കുന്ന രീതിയിൽ, അതായത് പശ തേച്ച് പത്രം ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ കൈപ്പത്തി ചിഹ്നം ഇവിടെ ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ച് ഈ ചിഹ്നം മാറ്റിയിട്ടുണ്ട്. അതായത് ഈ പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്ത് ഈ 100 മീറ്റർ ചുറ്റളവിലൊന്നും ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ പാടില്ല. ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ പോസ്റ്ററോ കൊടിതോരണങ്ങളോ ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം മറികടന്നു എന്നുള്ളതായിരുന്നു LDFന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇടപെട്ട് ആ പരാതി പരിഹരിച്ചിരിക്കുകയാണ്. ഏതായാലും പരിഹരിക്കപ്പെട്ട് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഹരി, അല്ലേ? സമാധാനപൂർണ്ണമായി വോട്ടെടുപ്പ് നടക്കുന്നില്ലേ അവിടെ? പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ പരാതി പോലീസ് എത്തി കൃത്യമായി ഇടപെട്ട് പരിഹരിച്ചതോടുകൂടി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചിഹ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി എഴുതിയിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിന്റെ അടയാളം വരച്ചിട്ടുണ്ടായിരുന്നു, ആ ചിഹ്നത്തിന്റെ പടം വരച്ചിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. പോസ്റ്ററുകൾ ഇന്നലെ രാത്രി തന്നെ ഈ പരിസരത്തുള്ളത് കീറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഇവിടെ ഉണ്ടായി. ശരി. ടി എസ് ഹരീഷാണ് കുമാരപുരത്തു നിന്നുള്ള ഈ വിവരം പങ്കുവച്ചത്. പോലീസ് ഇടപെട്ട കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്തിട്ടുണ്ട്.